ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം എന്താ എല്ലാവരെയൊക്കെ വിശേഷം? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്കും അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല, സുഖം. പിന്നെന്താ ഇപ്പം എന്താണ് ഇന്നത്തെ പരിപാടികളെന്നൊക്കെ ഞാൻ കാണിച്ചത്. ഞങ്ങളിപ്പോൾ ഒന്ന് പുറത്ത് പോയിട്ട് വരാം കേട്ടോ. ഞങ്ങൾ ഇമ്മ അങ്ങാടി പോകാനും വേണ്ടി ഒരുങ്ങിയപ്പോൾ വണ്ടിക്ക് വിളിച്ചണ സൗണ്ട് കേട്ടാണ്ട് ഐസമോള് ഭയങ്കര ഇത് ഞങ്ങൾ ഇവിടെ എത്തിയാൽ പിന്നല്ലേ പുറത്തേക്ക് തന്നെ ഇറങ്ങൂല കേട്ടോ. ഇവിടെ തന്നെയാണ്. ഇവിടേക്ക് ഷെമി ഞങ്ങളെ കൊണ്ടുവന്നാക്കിയാൽ പിന്നെ ഷെമി ഞങ്ങളെ കൊണ്ടുപോകുമ്പോഴാണ് ഞങ്ങൾ ഇവിടുന്ന് പോവുക. പിന്നെ സാധനം വാങ്ങാനൊന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം പിന്നെ അതിനൊന്നും പോകൂല. പിന്നെ അടുത്തൊന്നല്ലാണ്, കുറച്ച് വണ്ടിയൊക്കെ വിളിച്ച് പോകും വേണം ഞങ്ങൾ അങ്ങാടിക്ക് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ പോവില്ല, പുറത്തിറങ്ങില്ല. അപ്പോൾ ഇന്ന് ഐസമ്മക്ക് ഞങ്ങൾ വന്നാലും ഇറങ്ങിയിട്ടുമില്ലല്ലോ, തീരെ ഇറങ്ങിയില്ല. അപ്പോൾ ഓക്കിന്ന് പോകൽ നിർബന്ധം, ഉമ്മാൻ്റെ ബാക്കിൽ നടക്കുക. അപ്പം അങ്ങനെ ഞാനും പോയിട്ടോ. ഓളൊറ്റക്ക് ഉമ്മാൻ്റെ ഒപ്പം വിട്ടാൽ ശരിയാവില്ലല്ലോ. അപ്പം ഞാനും പോയി. അങ്ങനെ ഞങ്ങൾ അങ്ങാടിയിലൊക്കെ പോയി സാധനമൊക്കെ വാങ്ങി വന്ന് നിൽക്കുകയാണ്. ഓക്ക് വേണ്ടിയതൊക്കെ ഒക്കെ കിട്ടിയിരിക്കണ്. സിപ്പപ്പ്, ഐസ്ക്രീം ആക്കൊക്കെ കിട്ടിയപ്പോൾ ഓളായ്മ കൂടിയിരിക്കണം കേട്ടോ. അപ്പോൾ എന്തൊക്കെ വാങ്ങിയെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. സാധനങ്ങളൊക്കെ വാങ്ങിന് കേട്ടോ. അപ്പോൾ ഇന്ന് ഉമ്മ മാങ്ങ വാങ്ങിയപ്പോൾ എൻ്റെ ഒരു പരീക്ഷണം ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ വാങ്ങിക്കുന്നുണ്ടോ, കസ്റ്റർഡ് പൗഡറൊക്കെ, പാലൊക്കെ വാങ്ങിക്കണേ. എന്താവും എന്നറിയില്ല. അപ്പോൾ കുറച്ച് സാധനമൊക്കെ ഞങ്ങൾ വാങ്ങി, ആവശ്യമുള്ള സാധനമൊക്കെ ഇതൊക്കെ അയക്കുള്ളതാട്ടോ. ബ്രെഡ് ഞാൻ അയക്ക് വാങ്ങിയത് ഇനി. അപ്പോൾ ഐസമോൾ അറിഞ്ഞ് ബ്രെഡ്ക്ക് ജാം വേണം. ഓളും ഞാനും എല്ലാം ഒപ്പം പോണത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സാധനമൊക്കെ വാങ്ങി. പിന്നെ കുറച്ച് പച്ചക്കറികളും ഇതൊക്കെ വാങ്ങി. ഇതിൻ്റെ പരീക്ഷണം എന്താ വെച്ചാൽ പുഡിങ് ആട്ടോ, മാംഗോ പുഡിങ്. എനിക്കിങ്ങനെ ഒരു പൂതി മാംഗോ പുഡിങ് ഉണ്ടാക്കാൻ. ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല, തിന്നിട്ടുമില്ല കേട്ടോ. ഞാൻ തിന്നിട്ടുമില്ല മാംഗോ പുഡിങ്. അപ്പം ഞാൻ വിചാരിച്ചെന്നാലേ അത് ഉണ്ടാക്കാം. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുകയാണ്. എന്താകുന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇന്നാൾ ഫസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയതിന് നമ്മളെ കേക്ക് കിട്ടും. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഇനി ഒരൊട്ടും കൂടി ഉണ്ടാക്കണം. ഞാൻ പഴമൊക്കെ വാങ്ങി വന്നാണ്, മൈദയൊക്കെ വാങ്ങിക്കണം കേട്ടോ. അപ്പം ഇനി ഒരു പ്രാവശ്യം കൂടി അത് ഉണ്ടാക്കി തിന്നണം. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഉണ്ടാക്കിയപ്പോൾ. അപ്പം ഇതും കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. ടേസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ അതോടുകൂടി നിർത്തും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചിക്കണ് ഇന്ന് മാംഗോ പുഡിങ് ഉണ്ടാക്കാന്നൊക്കെ വിചാരിക്കണ്. അപ്പോൾ സാധനമൊക്കെ കിട്ടിക്കണല്ലോ. അപ്പം ഞാനൊന്ന് ഉണ്ടാക്കി നോക്കട്ടെ, ടേസ്റ്റ് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഞാനൊരു സിമ്പിൾ പുഡിങ് ആട്ടോ ഉണ്ടാക്കണത്. കുറേ സാധനങ്ങളൊന്നും ഇട്ടാണ്ട് അങ്ങനെയൊന്നുമല്ല ഉണ്ടാക്കണത്. ഇത് സിമ്പിൾ. അപ്പം ഞാൻ കാണിച്ചു തരാം. അപ്പം അല്ലേ ഇത് എങ്ങനെയാണ് ഇപ്പം അളവും കാര്യങ്ങളൊക്കെ എടുക്കുക എന്നുള്ളത് എനിക്കൊരു എങ്ങനെ എടുക്കുക എനിക്കറിയില്ല. ഒരു മാങ്ങ ഏതാണ് ഞാൻ എടുത്തിന്. പിന്നെ അല്ലേ ഈ കസ്റ്റാർഡ് പൗഡറൊക്കെ എത്ര ഇടേണ്ടത് എന്നൊന്നും എനിക്കൊരിത് കിട്ടണില്ല കേട്ടോ. ഏതായാലും ഞാനൊന്ന് ഉണ്ടാക്കി നോക്കട്ടെ. കണ്ടില്ലേ, ഒന്ന് തിന്ന് ഒരു സിപ്പപ്പ് തിന്നിട്ടാണ് ഇപ്പോൾ വരുന്നത്. എന്നിട്ട് ആ കടക്കാരൻ ചോദിക്കണ മയത്താണോ അതൊക്കെ തിന്നണത്. ഓക്കും വേണം ഉണ്ടോ, ഫ്രിഡ്ജിക്കാണ് പോണത് അത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇല്ലേ ഈ മാങ്ങനെ ഒന്ന് വൃത്തിയാക്കിക്കാണ്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ പുഡിങ്ങിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഈ മാങ്ങനെയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒക്കെ ഒന്ന് അടിച്ച് സാധനമൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ കേട്ടോ. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. പുഡിങ് പരിപാടി തുടങ്ങി. പാലൊക്കെ അടുപ്പത്ത് വെച്ചാണ് കേട്ടോ. ഉണ്ടാക്കി നോക്കട്ടെ എന്താവും, തിന്നാൻ പറ്റുമോ ഇല്ലേന്നൊക്കെ ഉണ്ടാക്കി നോക്കട്ടെ. ഇന്നാൾ ഉണ്ടാക്കിയൊക്കെ രസം ഉണ്ടായിനി. വേറെ പുഡിങ്ങൊക്കെ ഉണ്ടാക്കി കേട്ടോ. മാംഗോ പുഡിങ് ആദ്യമായിട്ടാണ്. അപ്പം ഞാൻ കാണിച്ചു തരാം. അങ്ങനെയൊക്കെ ഇങ്ങനെതാ കുറച്ച് ചെറുതായിട്ട് ഇങ്ങനെ അടിച്ച് വെച്ചിന്. പിന്നെ കുറച്ച് പാൽ, ഇത് കസ്റ്റാർഡ് പൗഡർ ഇതിൽ മിക്സ് ചെയ്യാനുള്ള പാലാട്ടോ. മറ്റേ ബാക്കി പാൽ ഇതാക്കണം. ഇങ്ങനെ അടുപ്പത്ത് വെച്ചിന് തിളക്കാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലേ അടി പിടിച്ചെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഇളനീ പുഡിങ്ങൊക്കെ ഉണ്ടാക്കിന് കേട്ടോ ഞാൻ. പക്ഷേ പുഡിങ്ങിൻ്റെ ഒക്കെ സ്പെഷ്യലിസ്റ്റ് പൊണ്ണാണ്. അപ്പോൾ ഓളാണ് സാധാരണ ഉണ്ടാക്കൽ, ഞാനങ്ങനെ ഉണ്ടാക്കിയില്ല. അപ്പം ഇതിക്ക് നമുക്ക് കുറച്ച് പൊടി ഇട്ടാണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കസ്റ്റാർഡ് പൗഡർ ഇട്ടാണ്ട് ഇതങ്ങനെ മിക്സ് ചെയ്തണം കേട്ടോ. ഞാനൊരു 1.5 ടീസ്പൂണൊക്കെ പൊടി എടുത്തണം കേട്ടോ. ഉണ്ടാക്കി നോക്കട്ടെ. ഇനി ഇത്ര പൊടി വേണോ കുറച്ച് മതിയോ എന്നൊക്കെ അറിയണമെങ്കിൽ ആദ്യം ഒന്ന് ഉണ്ടാക്കി നോക്കണം. അതാ പാല് തിളക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നുണ്ട്. തിളക്കണ്ടെന്നാ തോന്നുന്നു. ഇനിയില്ലേ ഈ കസ്റ്റാർഡ് പൗഡർ ഇടുമ്പോൾ അതിങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കണം. അപ്പം നമുക്ക് വീഡിയോ എടുക്കൽ നടക്കൂല. ഞാൻ അതായിട്ട് കാണിച്ചു തരാം കേട്ടോ. കാര്യം ഇടാൻ മറന്നു കേട്ടോ. പഞ്ചസാര ഇടണം. പഞ്ചസാരക്ക് പകരം മിൽക്ക് മെയ്ഡ് ഇടുന്നോലും ഉണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ ഒരു 3 കയ്യിൽ പഞ്ചസാര ഇടുന്നുണ്ട്. മധുരം ഉണ്ടാകുമ്പോഴാണല്ലോ പുഡിങ്ങിൻ്റെ ഒക്കെ രസം. അപ്പോൾ ഞാനൊരു 3 കയ്യിൽ പഞ്ചസാര ഇട്ടണ്.
നമ്മളെ സാധനം റെഡി ആയിട്ടത് ഞാൻ കസ്റ്റാർഡ് ഇട്ട് പിന്നെ നമ്മളാ മാങ്ങ അടിച്ചില്ലേ അതും തീക്ക് ഇട്ടിക്കാണ്ട് ഇങ്ങനെ ആയിട്ട് അപ്പൊ ഞമ്മക്കിത് സെറ്റ് ചെയ്യാം. അപ്പൊ ബ്രെഡിന് അതങ്ങനെ മുണ്ടല്ല ഇത് മോളെ ഈ സൈഡ് ഒഴിവാക്കിക്കാണ്ട് ഇങ്ങനെ കട്ട് ചെയ്തണം കേട്ടോ. ഇനി ഇത് ഇതിക്ക് ഇങ്ങനെ ഇടക്കിടക്ക് എടുക്കല്ലേ ഇതിക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓളും ഉണ്ട് നമ്മളൊപ്പം പരിപാടിക്ക് കൊണ്ടുപോവല്ലേ. ഇത് നമുക്ക് പുഡിങ്ങിന്റെ ട്രേ ഒന്നും ഇല്ല കേട്ടോ. അപ്പൊ ഇത് പുഡിങ്ങിന്റെ ട്രേ അല്ല ഇത്. അപ്പൊ നമ്മളെ കറിപ്പാത്രം കേട്ടോ ഇതിലാണ് നമ്മള് സെറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ നല്ലോണം ഒഴിച്ചു കൊടുക്കുക. ഇത് നല്ലോണം അടിച്ചില്ല കേട്ടോ മാങ്ങ. ഇതിങ്ങനെ ഒന്നിങ്ങനെ നല്ലോണം അരയാതെ ഒന്നിങ്ങനെ ഇതാക്കിയതാട്ടോ. അപ്പൊ ഇനി അതേപോലെ ഇനി വീണ്ടും ഇത് ചെയ്യട്ടോ. അപ്പൊ ഇതിനൊക്കെ ചെയ്തിട്ട് കാണിച്ചു തരാം. അങ്ങനെ ഇതാക്കണ ഞാൻ ഇതിങ്ങനെ സെറ്റാക്കി വെച്ചു കേട്ടോ. ഇനി നമുക്കിത് ഫ്രീസറിൽ വെക്കണം, ഫ്രിഡ്ജിൽ വെക്കണം. എന്നിട്ട് ഒന്ന് തണുത്തതിൻ്റെ ശേഷം നമുക്ക് മാങ്ങന്റെ കഷ്ണങ്ങൾ ഇങ്ങനെ അതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കട്ടോ. അപ്പൊ ഇത്ര പണിയുള്ളൂ, സിമ്പിളാണ്. അപ്പൊ ഇനി ഞാൻ എങ്ങനെ ഉണ്ട് എന്നൊക്കെ ഞാൻ തിന്നിട്ട് പറയണ്ട കേട്ടോ. ഞാനതാ പുഡിങ്ങൊക്കെ റെഡിയാക്കി ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു കേട്ടോ. ഇനി അത് നല്ലോണം ഒന്ന് തണുക്കട്ടെ. തണുക്കുമ്പോഴാണല്ലോ അത് സെറ്റാവുക. അപ്പം ഞാൻ തണുക്കാനും വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിന്. ഇനി നമ്മൾ തണുത്തിട്ട് ഒക്കെ തിന്നിട്ട് എങ്ങനെ ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ എങ്ങനെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ അതാ നമ്മളെ പുഡിങ്ങൊക്കെ സെറ്റായി എന്ന് പറയാനൊന്നും ആയിട്ടില്ല. അപ്പോൾ ഐസമ്മോക്ക് ചെറുതായിട്ട് ഉറക്കമൊക്കെ വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ കൊടുക്കാൻ വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്തു കൊണ്ടുവന്നു കേട്ടോ. അപ്പൊ ഞോക്ക് കൊടുക്കാണ് അല്ലേ. അപ്പൊ അത് അതിന്റെ നുറൂല് അങ്ങനെ പിന്നെ കുറച്ച് സെറ്റായപ്പോലെ ഇതൊക്കെ ഇട്ടിട്ടോ. നേരത്ത് കാക്കല്ലേ മാങ്ങയൊക്കെ കഷ്ണമൊക്കെ ഇട്ടിട്ടോ. ഒരു സൈഡ് നിൽക്ക് സെറ്റായി വരുന്നുള്ളൂ കേട്ടോ. പോക്ക് ഉറക്കം വരുന്നുണ്ട്. അപ്പം രസമുണ്ടോ? അതാ പുഡിങ്ങൊക്കെ സെറ്റായിട്ടോ. പുഡിങ്ങൊക്കെ പകുതി തിന്നലൊക്കെ തുടങ്ങിയിട്ട്. അപ്പോൾ ഇവള് ഉറങ്ങണോ പറഞ്ഞപ്പോൾ പിന്നെ ഓക്ക് കൊടുക്കാനും വേണ്ടി വേഗം എടുത്തതാട്ടോ. അപ്പം അത് സെറ്റായി റെഡി ആയിട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയതിന് ടേസ്റ്റൊക്കെ ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. എന്താ അറിയില്ല, ക്യാമറ അങ്ങനെ മിന്നണം എന്താണെന്ന് അറിയില്ല കേട്ടോ. ഇപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പം ഞങ്ങൾ പ്രതീക്ഷിക്കാതെ അങ്ങാടിയിലെ കൊക്ക് ഭയങ്കര സന്തോഷം കേട്ടോ അങ്ങാടി പോയേന്. കാരണം നമ്മൾ തീരെ പുറത്തിറങ്ങാഞ്ഞിട്ട് നമ്മൾ ഇവിടെ എത്തിയ പിന്നെ സാധനം കൊണ്ടുവരാനൊന്നും ഒത്തിരി നമുക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. അറുന്നാ പിന്നെ എന്തെങ്കിലുമൊക്കെ ഓള് സെമിൻ്റെ ഒപ്പം ഇങ്ങനെ അങ്ങാടി പോകും. ഇവിടെ ഇപ്പം പിന്നെ തീരെ അങ്ങനെ ഇറങ്ങണില്ലല്ലോ. അപ്പം ഇന്ന് ഇറങ്ങിയപ്പോൾ ഭയങ്കര സന്തോഷം. അങ്ങനെ അപ്പോൾ ഞങ്ങൾ അങ്ങാടി പോയി സാധനമൊക്കെ വാങ്ങി വന്നാരെയാണ് കേട്ടോ ഉണ്ടാക്കിയതൊക്കെ. അപ്പോൾ ചെറിയൊരു വീഡിയോ കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ ബൈ ബൈ.